ഇത്ര അടി ഈ പാർട്ടിക്കകത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ കോൺഗ്രസ്സിന് തന്നെ കുത്തുപോയി ചോദിച്ചാൽ ഇപ്പം ഞാൻ ആ സിസ്റ്റം ഇപ്പോൾ ഒരു കഴിഞ്ഞ നാലഞ്ചല്ല അത് കൂടുതലേക്കാണ് ഒരു 5-6 കൊല്ലമായിട്ട് വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യും. സത്യം പറയാം, ഞാനിപ്പോൾ പാർട്ടി നോക്കാറില്ല. പറയുന്ന പോലെയൊക്കെ എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരു നേതാവായിരുന്നു ഇ.കെ. നായനാർ. അദ്ദേഹത്തിൻ്റെ ചിലപ്പോഴത്തെ ഉത്തരങ്ങൾ കേട്ടാൽ നമ്മൾ വിചാരിക്കും ശരി ഇവരൊന്നും രാഷ്ട്രീയത്തിൽ വരാൻ പറ്റിയവരല്ലേ എന്ന് തോന്നാറുണ്ട്. ഞാൻ ടീച്ചറിനോട് ശാരദ ടീച്ചറിനോട് തന്നെ പറയും. അപ്പം അതുകൊണ്ട് ഈ പിന്നെ ഒരു കാര്യമുണ്ട്, ആര് ഭരിച്ചാലും ഭരണപക്ഷം ഇരിക്കുമ്പോൾ പ്രതിപക്ഷം ചീത്ത വിളിക്കും, പ്രതിപക്ഷം ഭരിക്കുമ്പം ഭരണപക്ഷം ചീത്ത വിളിക്കും. അത് ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മളെ പറ്റിക്കാനായിട്ട്. അല്ലാതെ അത്ര വലിയ ഭീകരമായ വെറുപ്പൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അടുത്ത ഇലക്ഷനാണല്ലോ മെയിൻ അജണ്ട. അപ്പം അതൊന്ന് കടന്നു കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാണിക്കാമോ അതെല്ലാം ഇവിടെ നടക്കും. ഇതൊന്നും കണ്ടിട്ട് ജനങ്ങൾ എടുത്ത് ചാടരുത്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി എനിക്ക് വളരെ അടുത്തറിയാം. ഒരു ചാനലിലിരിക്കുന്ന കാലം തൊട്ട് വീണയെ എനിക്ക് നന്നായിട്ട് അറിയാം, മാഡത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ പറഞ്ഞത് ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണു എന്ന് പറഞ്ഞാൽ അവരുടെ തലയിൽ കയറുന്നുണ്ട് എല്ലാവരും കൂടെ. അപ്പം ഞാൻ ചോദിച്ചു ഞാനാണെ ഇടിയത്തില്ലേ, അവിടെ വയ്ക്കുമോ കെട്ടിടം ഇടിയാറാകുമ്പോൾ ഇടിയും. അപ്പം സംഗതി അതല്ല, അതിനൊരു കറക്റ്റായിട്ട് സത്യം പറഞ്ഞു അവിടെ അതിനകത്ത് പാർട്ടി കൊണ്ടുവരരുത്. സത്യസന്ധമായിട്ട് ഇത് മിക്കവാറും ഇടിഞ്ഞ് താഴെ പോകും, എത്ര വേഗം അത് പൂട്ടി അങ്ങ് മാറ്റിയിട എന്നിട്ടത് പൊളിച്ചുകള, അതിനുള്ളൊരു സംവിധാനം സത്യസന്ധമായിട്ട് പാർട്ടി ചിന്തയില്ലാതെ അത് നടപ്പിലാക്കുന്ന ഒരു സംവിധാനം ഏത് സർക്കാർ ഭരിച്ചാലും കൊണ്ടുവരണം. അതൊരു സത്യം തന്നെയാണ്, അല്ലേ? അപ്പം അല്ലാതെ ഇപ്പോൾ ഒരാളായിരുന്നു വേറൊരാളായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി ആ കെട്ടിടം ഇടിയത്തില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ 2 കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധിക്കണം. അതിന് അടുത്ത ഗവൺമെൻറ് ആരോ ഇനിയിപ്പോൾ ഇദ്ദേഹം തന്നെ ആണെങ്കിലും ശരി, വിദേശത്തൊക്കെ ഒരു നിയമമുണ്ട്, ഈ അപ്രോച്ച് റോഡുകളെന്ന് പറയും, ആശുപത്രി സ്കൂള് ഒക്കെ പോകുന്ന റോഡുകൾ എപ്പോഴും ട്രാഫിക് കുറച്ച് ക്ലീൻ ആക്കിയിട്ടേക്കും. അത് എമർജൻസി റോഡ്സാണ്. ഫോർ എക്സാമ്പിൾ വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് വേറെ ട്രാക്കാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം അവിടെ ഇട്ടിങ്ങനെ ഇഴയ്ക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ആംബുലൻസ് പോകണം. എൻ്റെ പൊന്നെ ദൈവമേ, ഞാൻ മിനിഞ്ഞാന്ന് ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരു ആംബുലൻസ് പോകാൻ പെട്ട പാട്. അത് ഇനിയിപ്പോൾ പെട്ടെന്ന് കൊണ്ട് നാളെ തിരുത്താനൊക്കത്തില്ല. ഇതൊക്കെ സിറ്റി പ്ലാനിങ്ങിൻ്റെ കുഴപ്പമാണ്. അതൊക്കെ മന്ത്രി ഇറങ്ങി വന്ന് ഇങ്ങനെ കേട്ടോ അങ്ങനെ കേട്ടെന്ന് പറയാനൊക്കത്തില്ല. സോ ഞാനതൊക്കെ അതിനുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു വിദഗ്ധരായ ഒരു സംഘം, ഒരു ഓഫീസേഴ്സ് ആവട്ടെ എൻജിനീയേഴ്സ് ആവട്ടെ, അല്ലാതെ ഇന്ന് ടാറിട്ടു നാളെ മഴ പെയ്തു മറ്റന്നാ കുഴി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ബില്ല് പാസ്സാക്കി കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയാക്കിയിട്ടേ കൊടുക്കാവൂ. അല്ല തമാശ പറയാം. ഇപ്പം അന്നേരം എന്താ പറഞ്ഞ് ആംബുലൻസ് എത്താനുള്ള വഴി ഇല്ല, താമസിച്ചു പോയി. പിന്നെ ഇത് ഈ ഇടിഞ്ഞു വീണതെല്ലാം കൂടെ വരാനായിട്ടുള്ള മറ്റേ JCBക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. അതൊന്നും പാടില്ല. അതൊക്കെ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ എമർജൻസി സർവീസ് ആയിരിക്കണം. എല്ലാം ഒരു ഇടിഞ്ഞു വീണു അതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ പോയി, ആരും വിചാരിച്ചില്ല അതിനകത്ത് ആളുണ്ട്, പഴയ കെട്ടിടം എന്നൊക്കെ, പക്ഷേ എന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെ പോയി? അപ്പം അത് പൂട്ടിയിട്ടില്ലായിരുന്നു എന്നല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അപ്പോഴപ്പോൾ ഗവൺമെൻറ്റിന് ഇറങ്ങി ചോദിച്ചാൽ പറയാം ഞങ്ങൾ പണ്ടേ എഴുതി, പക്ഷേ ഗവൺമെൻറ്റിൽ നിന്ന് ആക്ഷൻ വന്നില്ല. വീണ്ടും എഴുതണം, അല്ലെങ്കിൽ പോയി കാണണം. നാളെ ഇടിഞ്ഞ് വീഴുമ്പോൾ ഞങ്ങളെ പറയല്ലേ എൻ്റെ പൊന്നെ സാറേ ഒന്ന് എഴുതി തന്നേരെ, ഇപ്പം ചെയ്യാൻ ഒക്കത്തില്ലെന്ന് എന്ന് പറയണം. അതെന്താ നടക്കാത്ത? എനിക്ക് ഇപ്പോഴും ഒരു സംശയം. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ സാറ് ശക്തമായിട്ട് അദ്ദേഹത്തിന് ഇച്ചിരി മുൻകോപം കൂടുതലാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇച്ചിരി മുൻകോപമൊക്കെ വേണമെന്നേ. മുഖ്യമന്ത്രിമാർക്കൊക്കെ ശകലം ഇരുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ വക കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കാനുള്ള ഒരു അതിപ്പോൾ ഇതിലായാലും ശരി, സാംസ്കാരിക രംഗമോ വിദ്യാഭ്യാസ രംഗമോ സിനിമാ രംഗമോ ആവട്ടെ, നമ്മൾ ചുമ്മാ കൂടെ മീറ്റിംഗ് നടത്തി നല്ല ഫുഡ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഫലപ്രദമായ രീതിയിലുള്ള തീരുമാനങ്ങൾ വരണം, അല്ലേ? അവിടെ കോൺക്ലേവ്, ഇവിടെ കോൺക്ലേവ്, പത്രങ്ങളുടെ കോൺക്ലേവ്, ചാനലിൻ്റെ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അവസാനം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നും കൂടെ ഞങ്ങളെയൊക്കെ ഒന്ന് അറിയിച്ചാൽ വലിയ ഉപകാരം. അതില്ല. എല്ലാവരും പ്രസംഗിച്ചേച്ച് പോയി. അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പം കോൺക്ലേവുകൾ കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. അതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളത് അത് അദ്ദേഹത്തിന് സാധിക്കും കേട്ടോ. സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന് സാധിക്കും. അതൊന്ന് മുൻകൈ എടുത്ത് ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഇനിയിപ്പോൾ അടുത്തൊരു മന്ത്രിസഭ വന്നാൽ പോലും ഈ വക കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ മന്ത്രിസഭ ഇവിടെ ഇരിക്കുമ്പോൾ നടക്കുന്നത് എന്ന് വിലയിരുത്താനായിട്ട് ജയലളിത ചെയ്തതുപോലെ ഒരു ഹൈപ്പവർ കമ്മിറ്റിയെ വെച്ച് അവർക്ക് സൂപ്പർവൈസ് ചെയ്യാം ഇവിടെയും. that should be done. ഇപ്പം അടുത്ത മന്ത്രിസഭ പറഞ്ഞപ്പോഴാ തുടർഭരണം എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്, ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. മല്ലികാമ്മയുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താ? തുടർഭരണം ആര് ഭരിച്ചാലും
തമ്മിലടി അല്ല. ഒറ്റ കാര്യം, ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഞാനൊരു കൊടി പിടിച്ച് പോയിട്ടുള്ള ആളല്ല. ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. എൻ്റെ അച്ഛനൊക്കെ എന്നെ, ഞാൻ പറയുന്നത് ഒരു തീരുമാനം എടുക്കുന്നത് അവരുടെ പാർട്ടി ഓഫീസിനുള്ളിൽ റോഡിലിട്ട് ഈ ഉള്ള ബഹളങ്ങളൊക്കെ വലിയ, അത് ഇപ്പോഴത്തെ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ വെറുതെ പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്ന വിവാദങ്ങളാണ്. അതെ. എന്താണ് ഈ ആണായാലും പെണ്ണായാലും ഇവരുടെ ഉദ്ദേശം? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഇപ്പോൾ സിനിമയിലാണെങ്കിലും പോട്ടെ, ശരി, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇയാളെ പടത്തിന് വേഷത്തിന് അവരെന്നെ കളിപ്പിച്ചു, അത് 3 വർഷം കഴിഞ്ഞിട്ടാണോ പറയണ്ടേ? ആദ്യത്തെ പ്രാവശ്യം പറ്റിച്ചപ്പോൾ ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചാൽ പോരെ, എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്താൽ പോരെ, സാറേ ഞാനൊരു തല്ല് കൊടുത്തു കേട്ടോ, അയാളെന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ തീരും പ്രശ്നങ്ങൾ. എന്തിനാ ഈ 2 കൊല്ലം 3 കൊല്ലം ഒക്കെ കാത്തിരിക്കുന്നത്? അത് ആരെങ്കിലും ഒരു വ്യക്തമായ ഉത്തരം പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ നിൽക്കാം. പക്ഷേ അതെന്തുകൊണ്ട് പറഞ്ഞില്ല? പേടിച്ച് പറഞ്ഞു. അത് ഭർത്താവും കുട്ടികളും ഉള്ളത് കൊണ്ടോ? ഇപ്പോൾ ഇല്ലേ അവരെയൊക്കെ കളഞ്ഞോ? ഇതൊന്നും വ്യക്തതയില്ല. അപ്പോൾ ആർക്കും ആരെക്കുറിച്ച് എന്തും പറയാം. അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പിക്കാരനായാലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതെ, ഒരു പ്രശ്നം വരുമ്പോൾ ഇവർക്കെല്ലാം നല്ല നല്ല എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസുണ്ടല്ലോ, അതിനകത്തിരുന്ന് അത് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഇട്ട് അലക്കാതെ അത് പറയുക. അത് തമ്മിൽ ഭേദം തൊമ്മ എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ കൂടെ അങ്ങനെ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു തീർക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് കുറച്ച് കുറവാണ് കോൺഗ്രസ്സിൽ. ഇപ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, മുൻ KPCC പ്രസിഡൻ്റ് ആയിരുന്നാലും അതിന് മുമ്പ് മന്ത്രിമാരായിരുന്നവരും എല്ലാവരും ഈ മൈക്കിലൂടെ പറഞ്ഞ് ഇത് പൊതുജനം മുഴുവനും അറിയുക അല്ലേ. പിന്നെ ഈ പ്രതിപക്ഷം പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പുറത്തും ഉണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളെന്നൊക്കെയുള്ളത്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ 2-3 ഫംഗ്ഷൻ ഇപ്പോൾ പോയി പറഞ്ഞതാ, ചേച്ചി ഇത് കുറേ പേര് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കും. അപ്പോൾ കുറേ കൂടുതൽ ശത്രുക്കളുണ്ടാകും. കുറച്ച് പേര് അത് അവരുടെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ശിക്ഷ. അപ്പോൾ അത് ഒന്നുമില്ലെങ്കിൽ അങ്ങനെ, എന്നാൽ പോലും തെറ്റ് ചെയ്തു എന്നിപ്പോൾ ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ബോധ്യമായാൽ ശിക്ഷ കൊടുക്കണം. ജനത്തിന് അത് കണ്ടാൽ മതി. എന്ന് വിചാരിച്ചാൽ അവരെ ഭയങ്കര ശിക്ഷ എന്നല്ല പറയുന്നത്. ഈ പറയുന്ന പോലെ സസ്പെൻഡ് ചെയ്യുകയോ എടുക്കും, പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, നീ ചെയ്തത് തെറ്റാണെന്നുള്ളത് തലപ്പത്തിരിക്കുന്നവർ സമ്മതിച്ചല്ലോ. അതാണ് ജനം പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഇത് അയാളാണെന്ന് തെളിവുണ്ടോ? നമ്മൾ ആരും തെളിവ്, അതൊക്കെ കോടതിയുണ്ട് ഇവിടെ, ഒരു കോടതി അന്വേഷിച്ചുള്ളൂ. കോടതിയോടൊക്കെ എനിക്കൊക്കെ ഭയങ്കര ബഹുമാനമാണ്. അല്ലാതെ ചുമ്മാ 10 പേര് ഇത് നിരത്തി പിടിച്ച് വായ പഠിച്ചെന്ന് പറഞ്ഞ് കോടതിക്ക് ശിക്ഷിക്കാനോ രക്ഷിക്കാനോ പറ്റത്തില്ല. അപ്പോൾ കോടതിക്ക് ബോധ്യമാകണം ഈ തെളിവുകൾ ധാരാളം മതി എന്ന് കണ്ടാൽ കോടതി ശിക്ഷിക്കണം. അത് ഞങ്ങളെ പോലെയുള്ള വയസ്സായ, കാരണം ഞങ്ങൾക്കൊക്കെ അവരൊക്കെ ഉള്ള ആശ്രയം, അല്ലാതെ വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ തൂത്ത് പെറുക്കി എടുത്ത് കളയും. അതുകൊണ്ട് അത് ഞാനതാ പറഞ്ഞത്. അപ്പോൾ അതേകൊണ്ട് കുറച്ചും കൂടി ഇവരുടെ ഈ വഴക്കുകളൊന്ന് കൺട്രോൾ ചെയ്ത് ഒതുക്കി നിർത്തിയാൽ വലിയ ഉപകാരം. അങ്ങനെയൊക്കെ നോക്കുമ്പം ഏറ്റവും കുറഞ്ഞ വഴക്കുകൾ എവിടെ നടക്കുന്നോ, ഏറ്റവും പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങൾ എവിടെയാണോ, അത് നോക്കി മനുഷ്യൻ വോട്ട് ചെയ്തത് ഇരിക്കും. പിന്നെ കിടന്നോണ്ട് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല.